ഇതിപ്പോൾ ഡെയിലി ഇൻകം കിട്ടുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും പൈസയാണ് ഇമ്പോർട്ടൻറ്റ്, മണി വേണം ജീവിക്കാൻ. ക്ലാസ്സിൽ ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് ട്രേഡ് എടുത്തു, ജസ്റ്റ് എടുത്തു. പിന്നെ ടീച്ചേഴ്സ് ക്ലാസ്സിൻ്റെ ഇടയിൽ അവർ ഇങ്ങനെ നൈസിൽ നോക്കണമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ഇത് പ്രോഫിറ്റ് 70, 100 എന്നിട്ട് ഇങ്ങനെ കയറി പോകുമ്പോൾ അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ, ഇപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിലായാൽ പോലും ഞാൻ അവിടെ ഇരുന്ന് ബാക്കി പിള്ളേരൊക്കെ പഠിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്തും ഞാൻ അവിടെ ഇരുന്ന് എനിക്കുള്ള പൈസ കുറച്ചൊരു $100 എങ്കിൽ $100 ഞാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതെന്തായാലും ഒരു പ്രൗഡ് മൊമെൻറ്റാണ്. അത് എനിക്ക് ഇപ്പോൾ ഒരു വീക്കിൽ തന്നെ നമ്മൾ പറയാം 5 ദിവസം, നമുക്ക് 5 ദിവസമല്ല, ഒരു 2 ദിവസമെങ്കിൽ 2 ദിവസം എടുക്കുമ്പോൾ അത് സന്തോഷം തന്നെ. അത് സ്റ്റഡീസ് മെല്ലെ ആയാലും നമുക്ക് കൊണ്ടുപോകാം. പക്ഷേ ഇതിപ്പോൾ ഡെയിലി ഇൻകം കിട്ടുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും പൈസയാണ് ഇമ്പോർട്ടൻറ്റ്, മണി വേണം ജീവിക്കാൻ. അപ്പോൾ നമുക്ക് അത് കിട്ടുന്ന ഒരു സോഴ്സ് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ വേറെയിലേക്ക് പോകരുതല്ലോ. ഇതെന്തായാലും ഒരു എക്സ്ട്രാ ഇൻകം, പ്ലസ് നമ്മൾ എന്തെങ്കിലും പഠിച്ചൊരു ജോബ് എന്തെങ്കിലും മേടിക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിന് കുറച്ച് ഡിലേ ആയാലും ഇത് നിർത്താതെ നല്ല രീതിക്ക് കൊണ്ടുപോകണം. പിന്നെ പാവപ്പെട്ട, നമ്മൾ ജനിക്കുമ്പോൾ എല്ലാവരും പാവപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അത് ചില ആൾക്കാർ ചിന്താഗതിയാണ്, നമുക്ക് വിദ്യാഭ്യാസം കുറവാണ്, ഇല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടില്ല. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഓലപ്പുരയിൽ ജനിച്ച ആളാണ്. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു കാര്യത്തിനും ഒരാളുടെ നിന്ന് ₹1 വാങ്ങിക്കുക, ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ട് ഒരാളുടെ ഹെൽപ്പ് ലൈൻ തേടുകയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ സെൽഫായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ അസാധ്യമായി ഒന്നുമില്ല.